നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പെരുമണ്ണൂർ കോട്ടക്കാവ് ക്ഷേത്രോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട വധശ്രമ കേസ് ചുമത്തിയ 8 പ്രതികളെ 40 ദിവസത്തിനു ശേഷം ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമണ്ണൂർ സ്വദേശികളായ സുധീഷ്, സജിത്, സുമേഷ്, അമൽദേവ്, പ്രജീഷ്, അഭിജിത്ത്, ശബരിനാഥ്, അജിത് എന്നിവരാണ് അറസ്റ്റിലായത്. 40 ദിവസത്തിനു ശേഷമാണ് 8 പ്രതികളും പോലീസിന്റെ പിടിയിലാകുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. പിടിയിലായ 8 പ്രതികളെ രക്ഷപ്പെടാനും ഒളിവിൽ പോകാനും സഹായിച്ച 3 പേരെ ദിവസങ്ങൾക്ക് മുൻപ് ചാലിശ്ശേരി പോലീസ് പിടികൂടിയിരുന്നു. അസാധാരണ നടപടിക്രമങ്ങളുമായി പട്ടാമ്പി നഗരസഭയുടെ വാർഷിക ബജറ്റ് അവതരണം നടന്നു. വൈസ് ചെയർമാന് പകരം ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. BPL കുടുംബങ്ങൾക്ക് പ്രതിമാസം 15,000 ലിറ്റർ വരെ കുടിവെള്ളം സൗജന്യമായി നൽകാൻ ബജറ്റിൽ തുക വകയിരുത്തി. പട്ടാമ്പി നഗരസഭയുടെ 2025-26 വർഷത്തെ ബജറ്റ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയാണ് അവതരിപ്പിച്ചത്. സാങ്കേതിക വിഷയങ്ങൾ മൂലം ധനകാര്യ കമ്മിറ്റി ചെയർമാൻ കൂടിയായ നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജിയാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഫിനാൻസ് കമ്മിറ്റിയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടറി എഴുതി നൽകിയ ചട്ടപ്രകാരം സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ബജറ്റ് അവതരിപ്പിച്ചത്. BPL കുടുംബങ്ങൾക്ക് പ്രതിമാസം 15,000 ലിറ്റർ വരെ കുടിവെള്ളം സൗജന്യമാക്കി നൽകുന്ന പദ്ധതിക്കാണ് ബജറ്റിൽ പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത്. നഗരസഭയിലെ മേലെ പട്ടാമ്പി, ശങ്കരമംഗലം, കൊടലൂർ എന്നീ ഗ്രൗണ്ടുകളിൽ സോളാർ ഫ്ലഡ് സ്ഥാപിക്കുന്നതിന് 75 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്നതിന് 60 ലക്ഷം രൂപയും കൊടലൂർ, പെരിക്കാട്ടുകുളം, അനങ്ങാട്ടുകുളം ഇലക്ട്രിഫിക്കേഷന് 25 ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തി. കൃഷി സംരക്ഷിക്കുന്നതിന് കർഷകരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പദ്ധതി കൂടിയായിട്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ബജറ്റിൽ നമ്മൾ നീക്കിവെച്ചിരുന്നത്. പട്ടാമ്പി നഗരത്തിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടാമ്പി കോടതിയിൽ വനിതകളായ അഭിഭാഷകർക്ക് വിശ്രമമുറി, ടോയ്ലറ്റ് സൗകര്യം എന്നിവയ്ക്ക് 40 ലക്ഷം രൂപയും കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും വകയിരുത്തി. ലഹരിവിരുദ്ധ ക്യാമ്പയിനായി 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം രൂപ, ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നതിനായി 5 ലക്ഷം രൂപ, പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് 3 കോടി രൂപ, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 50 കോടി രൂപ, പട്ടാമ്പി ടൗൺ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 2 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നമ്പറത്ത് അഡ്വഞ്ചർ ടൂറിസം പദ്ധതി നടപ്പാക്കുവാൻ 2 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. പട്ടാമ്പി GMLP സ്കൂളിൽ ബെൽസ് സ്കൂൾ സ്ഥാപിക്കുവാൻ 1 കോടി രൂപയും പകൽ വീടിന് 5 സെന്റ് സ്ഥലം വിട്ടു നൽകുവാനും അതിൽ കെട്ടിടം നിർമ്മിക്കുവാൻ 50 ലക്ഷം രൂപയും നീക്കിവെച്ചു. വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരസമിതി അധ്യക്ഷൻ P വിജയകുമാർ, N രാജൻ, PK കവിത, P ആനന്ദവല്ലി, KT റുക്കിയ, KR നാരായണസ്വാമി, CS സാജിദ്, A സുരേഷ്, C സംഗീത, KT ഹമീദ്, C റാസി, ഹർഷ അശോകൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അതിൽ 49,40,40,404 രൂപ പ്രതീക്ഷിത വരവും 23,45,44,385 രൂപ പ്രതീക്ഷിത ചെലവും 26,48,996,19 കോടി രൂപ മിച്ച ബജറ്റുമായിട്ടാണ് ഇന്നത്തെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് മുഴുവൻ ആളുകൾക്കും, അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പാർപ്പിടം നൽകുക എന്നുള്ളതാണ്. കൂടാതെ ഹൈലൈറ്റായി പറയുന്നത് BPL കുടുംബങ്ങൾക്ക് 15,000 ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമായി കുടിവെള്ളം നൽകുന്നതിനും ആയി ഈ ബജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേലെ പട്ടാമ്പി, ശങ്കരമംഗലം, കൊടലൂർ എന്നീ ഗ്രൗണ്ടുകൾക്ക് നമുക്കറിയാം യുവജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒരു കാര്യമാണ് കളിക്കാനുള്ള സൗകര്യം എന്നുള്ളത്. കഴിഞ്ഞ കേരളോത്സവത്തിൽ നമുക്ക് ഈ ഗ്രൗണ്ടുകളുടെ നവീകരണം കൊണ്ട് തന്നെ നമുക്ക് ജില്ലാ തലത്തിൽ തന്നെ 1ാം സ്ഥാനം ഫുട്ബോളിന് നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ യുവജനങ്ങളുടെ ഏറ്റവും ഒരു ചിരകാല അഭിലാഷമായിരുന്ന ഗ്രൗണ്ടുകൾ നവീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ബജറ്റിൽ ഈ 3 ഗ്രൗണ്ടുകൾക്ക് ആയി സോളാർ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുകൂടി ഇതിൽ 75 ലക്ഷം രൂപയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ബജറ്റിൽ. പട്ടാമ്പി നഗരസഭയിൽ വൈസ് ചെയർമാന് പകരം ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിക്കാനിടയായ സാങ്കേതികത്തെക്കുറിച്ച് വൈസ് ചെയർമാൻ TP ഷാജിയുടെ വിശദീകരണം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ വൈസ് ചെയർമാനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്.
കഴിഞ്ഞ 4 വർഷക്കാലം ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 19-ാം തീയതി ബജറ്റ് അജണ്ട വെച്ചുകൊണ്ട് യോഗം വിളിച്ചു ചേർത്ത സമയത്ത് അതിന്റെ കൂടുതൽ ബജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട് അന്ന് യോഗം മാറ്റി പിന്നീട് 3 പ്രവൃത്തി ദിവസം ലഭിക്കണം എന്നുള്ളത് കൊണ്ട് 22-ാം തീയതിയാണ് പിന്നീട് യോഗം വെച്ചത്. 22-ാം തീയതിത്തെ യോഗത്തിൽ അന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ പങ്കെടുക്കാത്തത് കൊണ്ട് നിയമോപദേശം തേടിയ സമയത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ സെക്രട്ടറി ബജറ്റ് തയ്യാറാക്കി ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിക്കണം എന്നാണ് നിയമം. അപ്പൊ ആ നിയമം അംഗീകരിച്ചുകൊണ്ട് ഈ മാസം തന്നെ ബജറ്റ് അംഗീകരിച്ചാൽ മാത്രമാണ് ഒരു നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടക്കൂ എന്നുള്ളത് കൊണ്ടാണ് ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിച്ചത്. പട്ടാമ്പി നഗരസഭയുടെ വാർഷിക ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷം. കാര്യമായ ഒരു പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങളായ KR നാരായണസ്വാമിയും CA സാജിത്തും പ്രതികരിച്ചു. പരിതാപകരവും ദുർബലവുമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് പട്ടാമ്പി നഗരസഭയിൽ ഈ ഭരണമണ്ഡലത്തെ 5ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം പകൽ വീട് എന്ന് പറഞ്ഞു, ഇപ്രാവശ്യം വനിതകൾക്ക് ഒരു റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പകൽ വീട് 4 കൊല്ലമായി പറയുന്നു. മെക്കനൈസ്ഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞു. മെക്കനൈസ്ഡ് പാർക്കിംഗ് എല്ലാ ബഡ്ജറ്റിലും പറയും. ജനറൽ ബഡ്ജറ്റാണ്. ഇപ്പോൾ മെക്കനൈസ്ഡ് പാർക്കിംഗും ഇല്ല, ഒന്നുമില്ല. വേറെ സ്ഥലത്ത് വേണമെങ്കിൽ വെക്കാം, സ്ഥലത്ത് തടസ്സമില്ല. അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് പറഞ്ഞു, അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ ബസ് സ്റ്റാൻഡ് കാലാനുസൃതമായിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നു പറഞ്ഞു, അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. റവന്യൂ ടവർ പുതുതായിട്ട് വരുന്നു പറഞ്ഞു, അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 50,000 രൂപ പാവങ്ങൾക്ക് നമുക്ക് ജനറൽ വീട് റിപ്പയർ കൊടുക്കാതെ പറഞ്ഞു, അത് 40,000 ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരു കാര്യത്തിലും വ്യക്തത ഇല്ലാതെ മാത്രമല്ല ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തുടക്കം കുറിക്കാനോ ഒന്നിനും ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഈ 2 മുന്നണികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഭരണത്തെ ബാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ ലൈഫ് പദ്ധതികൾ പുതുതായിട്ട് ഉണ്ടാക്കി അതിന് വീട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ നഗരസഭ കൊടുന്ന ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വെച്ചാൽ ഈ നഗരസഭയ്ക്ക് പുതുതായിട്ട് ആ കാര്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ പ്രതീക്ഷ തകിടം മറിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ്. അങ്ങനെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ടു. പട്ടാമ്പിയുടെ പൊതു ആവശ്യമായിട്ടുള്ള പട്ടാമ്പിയുടെ അണ്ടർ ബ്രിഡ്ജ് എന്നുള്ളത്, പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന പഴയ കാലത്ത് റെയിൽവേയുടെ സ്റ്റെപ്പുകൾ, RS റോഡിലേക്ക് നടന്നു പോയിരുന്ന റെയിൽവേയുടെ സ്റ്റെപ്പുകൾ ഡബിളിങ് വരുന്നതിന് മുന്നുള്ളത്, അതിനൊരു അണ്ടർ പാസേജ് മുതുതല പഞ്ചായത്തിൽ അവിടുത്തെ പഞ്ചായത്ത് ഇടപെട്ടിട്ടും MP സ്വാധീനിച്ചിട്ടും അവരെ ഇടപെടുത്തിക്കൊണ്ടും അവിടെ അണ്ടർ പാസേജ് ഒരു സ്കൂളിൽ മാത്രം വേണ്ടിയിട്ട് അതുണ്ടാക്കി. ഇവിടെ ഇപ്പുറത്ത് 1200ഓളം കുട്ടികൾ പഠിക്കുന്ന UP സ്കൂളും അപ്പുറത്ത് 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന MES ഇന്റർനാഷണൽ സ്കൂളും താലൂക്കും ആസ്പത്രിയും ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും അപ്പുറപ്പുറമാണ്. ആ ഇത്രയും ആവശ്യങ്ങൾ ടൗണിൽ ഉണ്ടായിട്ട് പോലും ഇത്രയും തിരക്ക് പിടിച്ച സ്ഥലത്ത് ഒരു അണ്ടർ പാസേജിന് വേണ്ടി ശ്രമിക്കാൻ എന്തുകൊണ്ട് നഗരസഭ തയ്യാറാവുന്ന ജനങ്ങൾ നേരിയ പ്രശ്നങ്ങളാണ്. തീർച്ചയായും പട്ടാമ്പിയുടെ വികസനത്തിന് തുരങ്കം വെക്കുന്ന ഒന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള പട്ടാമ്പി നഗരസഭയിൽ ഒരു പുതിയ പദ്ധതികളും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ലാത്ത തരത്തിലാണ് പുതിയ പദ്ധതി. എണ്ണി പറയാൻ കഴിയാവുന്ന ഒന്നും തന്നെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കോടികളുടെ വരുമാനമുള്ള ഈ ബജറ്റിൽ പുതുതായി അവതരിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു പദ്ധതികളുണ്ട് നമുക്ക് പറയാൻ കഴിയും. മുൻകാലങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ആവർത്തിച്ചു കൊണ്ടിരുന്ന പദ്ധതികളുടെ പുനഃപ്രഖ്യാപനം മാത്രമാണ് ഇന്നത്തെ ഈ ബജറ്റിലൂടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന ഒട്ടേറെ വലിയ വലിയ പദ്ധതികൾ അതൊക്കെ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മുമ്പ് കേട്ടിരുന്ന പല പദ്ധതികളും കാണാനേയില്ല. ഇവിടെ ആധുനിക ഫിഷ് മാർക്കറ്റിനെ കുറിച്ച് മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു, അറവുശാലയെക്കുറിച്ച് പറഞ്ഞിരുന്നു, അതുപോലെ സാംസ്കാരിക നിലയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, ടൗൺ ഹാളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത്തരം പദ്ധതികളൊന്നും ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. മുൻപ് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച പദ്ധതിയിൽ തന്നെ നഗരസഭയിലെ മുഴുവൻ SC കുടുംബങ്ങൾക്കും ഇവിടെ വീട് റിപ്പയർ മുഴുവൻ കുടുംബങ്ങൾക്കും നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. അത് നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ജനറൽ കുടുംബങ്ങൾക്ക് 300 ജനറൽ കുടുംബങ്ങൾക്ക് വീട് റിപ്പയറിന് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിൽ നൽകിയിരുന്ന വീട് റിപ്പയറിന്റെ 50,000 രൂപ എന്നതുപോലും വെട്ടിക്കുറച്ച് 40,000 രൂപയിലേക്ക് എത്തിച്ച് ജനങ്ങൾക്ക് അർഹമായ ആനുകൂല്യം നിഷേധിച്ചു എന്നത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ BPL കുടുംബങ്ങൾക്ക് വെള്ളം നൽകുന്നു എന്ന് പറയുന്ന പദ്ധതിക്കപ്പുറത്ത് മറ്റൊന്നും പുതുതായി ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 22 അംഗൻവാടികളിലെ കുട്ടികളുടെ സർഗ്ഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനായി കുട്ടിത്താളം 2025 അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.എ. ഹിദായത്തുള്ള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.കെ. യശോദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം. വീരചന്ദ്രൻ, പി.കെ. സേതുമാധവൻ, പി.എസ്. പ്രദീപ്, സി.യു. അബൂബക്കർ, വി.ടി. സജീഷ്, പി.കെ. അനിത, ICDS സൂപ്പർവൈസർ വി.എസ്. അശ്വിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടിത്താളം, കുട്ടികൾ വർണ്ണം വിതറിയ കലാവിരുന്നും വർണ്ണാഭമായി. നമ്മുടെ കുഞ്ഞുമക്കൾ മാറണം. എല്ലാ വർഷവും ഈ പേരിലെ അങ്കമാടി കലോത്സവം ഇനി നമ്മുടെ വരൂരിൽ അറിയപ്പെടും. അതിനിവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ICDS മേഖലയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത്. കുട്ടികൾക്കുള്ള പോഷകാഹാരം മുതൽ അതുപോലെ തന്നെ അവർക്കുള്ള സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് നമ്മുടെ ICDS സൂപ്പർവൈസറാണ്, അവരുടെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ അങ്കമാടി തലത്തിൽ നമുക്കറിയാം, ഇപ്പോൾ 2-3 വർഷമായിട്ട് നമ്മൾ പാലും മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പൂരപ്രേമികളിൽ ആവേശം പടർത്തി പട്ടിത്തറ ആര്യമ്പാടം പൂരത്തോടനുബന്ധിച്ച് നടന്ന ചവിട്ടുകളി. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഏറനാടിന്റെ ചവിട്ടുകളിപ്പാട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അവതരിപ്പിച്ചത്. ആര്യമ്പാടം പൂരത്തിന്റെ പ്രധാന കാഴ്ചകളിലൊന്നായ ചവിട്ടുകളി നിരവധി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു കാലത്ത് ജനിച്ചു വളർന്ന ഇടങ്ങളിൽ നിന്നും ചവിട്ടും കുത്തുമേറ്റ് അന്യം നിന്നുപോയ കലാരൂപം തിരികെ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ആസ്വാദകർ. P.P. നാരായണന്റെയും M.P. കോരന്റെയും V.P. ഷാജിയുടെയും നേതൃത്വത്തിലാണ് അന്യം നിന്നുപോകുന്ന കലാരൂപം വീണ്ടും അവതരിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി, തിരൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും പാലക്കാട്ട്, തൃത്താല, പട്ടിത്തറയിലും ഉൾപ്പെടെ ഏതാനും ഭാഗങ്ങളിൽ പ്രചരിച്ചുവരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുകളി. ചെറുമക്കളി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇത് ചെറുമക്കളുടെ അല്ലെങ്കിൽ പുലയരുടെ ഒരു കലാപ്രകടനമായാണ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചും ഓണം, വിഷു തുടങ്ങിയ വിശേഷ അവസരങ്ങളിലും ഈ കലാരൂപം സാമൂഹ്യ വിനോദമായി ആവിഷ്കരിച്ചു പോരുന്നു. കലാരൂപത്തിന് 400 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. കളിക്കാർ വട്ടത്തിൽ നിന്നാൽ സംഘനേതാവ് ഒരു പാട്ടിന്റെ വരികൾ ആലപിക്കും. മറ്റുള്ളവർ അത് ഏറ്റുപാടും. 2 പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ ഒരു സവിശേഷ താളക്രമത്തിൽ വട്ടമിട്ട് കൈയാംഗ്യത്തോടെ നൃത്തം ചവിട്ടുകയായി. പാട്ടിന്റെ അവസാനഘട്ടമാകുമ്പോൾ നൃത്തത്തിന് ചടുലത കൂടും. താളക്രമം മിക്കവാറും ഒന്നുതന്നെയായിരിക്കും. എന്നാൽ ചുവടുവെപ്പുകൾ വട്ടത്തിലും കുറുകെയുമുണ്ട്. വാദ്യ ഉപകരണങ്ങളോ ദീപവിധാനങ്ങളോ ചവിട്ടുകളിക്ക് സാധാരണ ഉപയോഗിക്കാറില്ല. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും നോമ്പുതുറയും നടന്നു. കൂറ്റനാട് കേന്ദ്ര ജുമാ മസ്ജിദ് ഖത്തീബ് CV ഷിയാസ് അലി വാഫി ഉദ്ഘാടനം നിർവഹിച്ചു. VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CB ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹുസൈൻ പുളയഞ്ഞാലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, റഹ്മാൻ കണിച്ചിറക്കൽ, KC കുഞ്ഞൻ, വാസുണ്ണി പട്ടാഴി, TA രണദിവെ എന്നിവർ സംസാരിച്ചു. നിങ്ങൾ പരസ്പരം കരുണ ചെയ്യാതെ നിങ്ങൾക്ക് വിശ്വാസികളാണെന്ന് പറയാൻ കഴിയുകയില്ല. അപ്പൊ അവിടുത്തെ അനുചരന്മാർ ചോദിച്ചു, അല്ലയോ ഗുരു, ഞങ്ങളൊക്കെയും പരസ്പരം കരുണ ചെയ്യുന്നവരാണ്, എന്തുകൊണ്ടാണ് അങ്ങ് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടായത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ റഹ്മത്തി അഹദികും സാഹിബഹു, നിങ്ങൾ നിങ്ങളുടെ സാഹിബിനോട് മാത്രം കാണിക്കുന്ന കരുണയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. നിങ്ങളുടെ ആളുകളോട്, നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ കുടുംബക്കാരോട്, നിങ്ങളുടെ അയൽക്കാരോട്, നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരോട്, നിങ്ങളുടെ കച്ചവടത്തിൽ പങ്കാളികളായവരോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ ലഹരിക്കെതിരെ പട്ടാമ്പിയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം നിർവഹിച്ചു.
വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ജനകീയ സദസ്സും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വസീഫ്. ലഹരി സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു, പ്രയാസമുണ്ടാക്കുന്നു എന്ന് വളരെ കൃത്യമായി അറിയുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സംഘടനക്കകത്ത് തന്നെ ആരെങ്കിലും അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം ഇല്ലാത്തവരാണ് നമ്മുടെ കൂടെയുള്ളവർ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്നവർ ലഹരി ഉപയോഗിക്കാത്തവരാണ് 100% എന്നൊന്നും പറയാൻ പറ്റില്ല. അതിലേക്കൊക്കെ പോയി പോകും. പക്ഷേ അവരെയെല്ലാം തിരുത്താനും അവരെ ബോധവൽക്കരിക്കാനും ഇത് തെറ്റാണ് എന്ന് പഠിപ്പിക്കാനും നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനും ഒക്കെ വളരെ കൃത്യമായ ജാഗ്രത കാണിക്കുന്ന, ഇടപെടുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ഇവാനിയ ഗാർഡൻസിൽ വെച്ചായിരുന്നു ലഹരിക്കെതിരെയുള്ള ജനകീയ സദസ് ഒരുക്കിയത്. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ജാഗ്രതാ സമിതി രൂപീകരണം എന്നിവയും ഉണ്ടായിരുന്നു. പാലക്കാട് വിമുക്തി മിഷൻ എക്സൈസ് ഓഫീസർ MP അബ്ദുറഹ്മാൻ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, പട്ടാമ്പി SI മണികണ്ഠൻ, ഡോക്ടർ രേഖ കൃഷ്ണൻ, KR നാരായണസ്വാമി, AN നീരജ്, രജീഷ്, TP രതീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു. ലഹരി ഉപയോഗം, കടത്ത്, അതുപോലെ തന്നെ വിൽപ്പന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുളയിലേ നുള്ളാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ പട്ടാമ്പിയിലും ചെയ്യാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഒന്നും പൂർണ്ണമായിട്ടില്ല. ഇനിയും ഒരുപാട് സോഴ്സ് കണ്ടെത്താനും ഇത്തരത്തിലുള്ള വ്യാപനവും അതുപോലെ തന്നെ ഉപയോഗത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ഇനിയും കഷ്ടപ്പെടാനുണ്ട്. പട്ടാമ്പിയിലെ പൊതുജനങ്ങളെല്ലാം തന്നെ പട്ടാമ്പി പോലീസിന് ഒരു വലിയ സപ്പോർട്ട് ഈ കാര്യത്തിൽ നൽകുന്നുണ്ട്. ഡിവൈഎഫ്ഐ പോലൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ദിവസത്തിലൊന്നും തന്നെ അല്ല ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പരിപാടികളോ ബോധവൽക്കരണമോ അതുപോലെ തന്നെ സാമൂഹിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്യുന്നു. ദി ക്ലബ് കൂറ്റനാട് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. കാണിച്ചിറക്കൽ മാളിൽ വെച്ച് നടന്ന സമൂഹ നോമ്പുതുറയിൽ മത, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. കലാകായിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ക്ലബിന്റെ മതസൗഹാർദ്ദ നോമ്പുതുറ നാടിന് മാതൃകയായി. ക്ലബിന്റെ മുഴുവൻ പ്രവർത്തകരും സജീവമായി നേതൃത്വം നൽകി. വരും വർഷങ്ങളിൽ വിപുലമായ രീതിയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. കേരള പരസ്യകലാ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറയും ലഹരി വിരുദ്ധ ക്ലാസും നടന്നു. എടപ്പാൾ കുറ്റിപ്പുറം റോഡിലുള്ള ആസാദ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമൂഹ നോമ്പുതുറയും സ്നേഹസംഗമവും ലഹരി വിരുദ്ധ ക്ലാസും പൊന്നാനി എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പരസ്യകലാ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ശശികുമാർ എടപ്പാൾ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് MP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അലി ഗ്ലാമർ, കമ്മിറ്റി അംഗങ്ങളായ ജബ്ബാർ, ബുഷറ, ബാലൻ, പ്രകാശൻ, പ്രേമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. റഷീദ് പാവിട്ടപ്പുറം, സത്യൻ, ഉഷാദ്, സജീർ, ചങ്ങരംകുളം, വളാഞ്ചേരി, പട്ടാമ്പി, പെരുമ്പിലാവ് മേഖലകളിലെ മുഴുവൻ കലാകാരന്മാരും പങ്കെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. നോമ്പുതുറയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരസ്യകലാ സമിതി ഇന്നത്തെ വിപത്തായ ലഹരിക്കെതിരെ അതിൽ അണിചേരുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം നാടിൻ്റെ സന്തോഷമാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ആ തരത്തിലുള്ളതാണ്. 2025 പിറന്നതിന് ശേഷം ഉണ്ടായ 80ഓളം കൊലപാതകങ്ങളിൽ 70-ന് മേലെ കൊലപാതകങ്ങൾ എത്തി നിൽക്കുന്നത് ലഹരിയിലാണ്. ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ, ഇന്നുണ്ടായ സംഭവങ്ങൾ, ചേകനൂര് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സംഭവങ്ങൾ നമ്മുടെ അടുത്ത് എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലും എത്തിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനൊരിക്കലും ആ ലഹരിയിൽ കണ്ണിയാകില്ല, ഞാൻ ഉപയോഗിക്കില്ല, എൻ്റെ വീട്ടിലേക്ക് എത്താൻ ഞാൻ അനുവദിക്കില്ല എന്നൊരു ദൃഢനിശ്ചയമാണ് നമ്മൾ എടുക്കേണ്ടത്. വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമം സംഘടിപ്പിച്ചു. വയോജന സൗഹൃദ നവകേരളം പദ്ധതിയുടെ ഭാഗമായി 3 തലമുറകളിലായി കുട്ടികൾ, മുതിർന്നവർ, വയോജനങ്ങൾ എന്നിവരെ ഒരുമിച്ച്
വരവൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന തലമുറ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ VK പുഷ്പ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് കോർഡിനേറ്റർ അമ്പിളി വിനോദ്, ICDS സൂപ്പർവൈസർ VS അശ്വിനി എന്നിവർ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TV സജീഷ്, PK അനിത, മെമ്പർ സെക്രട്ടറി KA ഷാഫിർ, കമ്മ്യൂണിറ്റി കൗൺസിലർ MK ആതിര, CDS വൈസ് ചെയർപേഴ്സൺ PM ബിന്ദു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ബാലസഭാ കുട്ടികൾ, CDS അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ എവിടെ നിന്നപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞില്ലേ, നമ്മൾ കുട്ടികളിൽ നിന്നാണ് തുടങ്ങുന്നത്. കുട്ടികളിൽ നിന്നും തുടങ്ങി അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം മുതൽ കൗമാരപ്രായ കുട്ടികൾക്കുള്ള പോഷകാഹാരം, അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ, ഇതെല്ലാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് ഇന്നലെ അങ്കമാടി കുട്ടികളുടെ കലോത്സവം ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലധികം കുട്ടികളും രക്ഷിതാക്കളാണ് അതിൽ പങ്കെടുത്തത്. പെരിങ്ങോട് മതുപ്പുള്ളി MFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ക്ലബ്ബ് പരിസരത്തെ ഗ്രൗണ്ടിൽ നടന്ന സമൂഹ നോമ്പുതുറയിൽ മത, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. കലാകായിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ക്ലബിന്റെ മതസൗഹാർദ്ദ നോമ്പുതുറ നാടിന് മാതൃകയായി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.